ഞാൻ സീമ ഫ്രം WinTrader. ട്രേഡിംഗിലൂടെ സ്ഥിര വരുമാനം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മാർക്കറ്റിന്റെ ഫ്യൂച്ചർ മൂവ്മെന്റ്സ് ഒരു ചാർട്ട് അനാലിസിസ് വഴി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതിലൂടെ മാർക്കറ്റ് ബൈ ട്രെൻഡ് ആണോ, സെൽ ട്രെൻഡ് ആണോ, സൈഡ് വേസ് മാർക്കറ്റ് ആണോ എന്ന് കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അതിലൂടെ ഒരു എക്സാക്ട് എൻട്രി, എക്സിറ്റ്, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, മാർക്കറ്റ് റിവേഴ്സൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. WinTrader ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിലും സപ്പോർട്ട് ചെയ്യുന്നു. NSE, MCX, FOREX, NCDEX, ക്രിപ്റ്റോ. നീണ്ട 14 വർഷത്തെ നമ്മുടെ സോഫ്റ്റ്വെയറുടെ എക്സ്പീരിയൻസിൽ 15,000-ൽ പരം ട്രേഡേഴ്സ് സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്തു വരുന്നു. 2009-ൽ നമ്മൾ തുടങ്ങിയ WinTrader ഫസ്റ്റ് വേർഷൻ തുടങ്ങി ഇന്ന് എത്തി നിൽക്കുന്ന 8ാമത്തെ വേർഷൻ വരെ ടോട്ടൽ 8 വേർഷൻസ് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ഒരു ഫ്രീ ലൈവ് ഡെമോയിലൂടെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരാം എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ആ ഒരു ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റ്, ടെസ്റ്റിമോണിയൽ ഡീറ്റെയിൽസ് എല്ലാം അടക്കം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതെന്ന്. പോകാം വീഡിയോയിലേക്ക്. ഹായ്, നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു WinTrader. മാർക്കറ്റ് ഒരു റേഞ്ചിൽ നടക്കുമ്പോൾ നമ്മൾക്ക് ഓപ്ഷൻ എടുക്കുമ്പോൾ ഒരുപാട് ലോസിലേക്ക് പോകാറുണ്ട്. അപ്പം അതിൽ നമ്മൾ ആക്ച്വലി കോൾ ഓപ്ഷൻ എടുക്കണോ, പുട്ട് ഓപ്ഷൻ എടുക്കണോ? അപ്പോൾ കോളിലേക്ക് എടുത്ത് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് പോകണം. അപ്പോൾ പുട്ട് എടുക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് മിഡ് ലോസിലേക്ക് പോകും. ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും മാർക്കറ്റ് കിടന്ന് കളിക്കുന്നത്. അപ്പം ഭൂരിഭാഗം പേർക്കും ഇതിൽ ലോസും ഉണ്ടായിട്ടുണ്ടാകാം. അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് മാർക്കറ്റിലും, അതായത് മാർക്കറ്റ് റേഞ്ച് ആയിക്കോട്ടെ, വോളറ്റൈൽ മാർക്കറ്റ് ആയിക്കോട്ടെ, നല്ല ട്രെൻഡി മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് മാർക്കറ്റിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. മോർണിംഗിൽ തന്നെ അപ്രോക്സിമേറ്റ് ഒരു 11 o'clock മുമ്പ് ഒരു നിങ്ങൾക്ക് 3 to 5 റിട്ടേൺസ് എടുത്ത് മാറാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി. അപ്പോൾ വീഡിയോ എൻ്റെ വരെ വാച്ച് ചെയ്യണം. ഇതിൽ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി എന്നെ വിളിക്കുക. ഞാൻ സീമ കൃഷ്ണ, 8139039994 എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങളുടെ കോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ലൈവ് മാർക്കറ്റാണ് കാണുന്നത്. 2 ദിവസമായിട്ട് മാർക്കറ്റ് റേഞ്ചിലാണ്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് നോക്കിയാൽ കാണാൻ പറ്റും, കുറച്ചൊന്ന് ബൈ പോയിട്ട് പിന്നെയും അതേപോലെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഇറങ്ങിയോ ചോദിച്ചാൽ ഇറങ്ങിയില്ല. അതേ റേഞ്ചിൽ തന്നെ പിന്നെയും തിരിച്ചു കയറി. അവിടെ ഒരു സെല്ല് വന്നു, സെല്ലും അതേ റേഞ്ചിൽ തന്നെയാണ് തിരിച്ചു കയറിയിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെയും ഇന്നും അതേ അവസ്ഥ തന്നെയായിട്ട് 2 ദിവസമായിട്ട് ഓപ്ഷൻ ട്രേഡേഴ്സിന് ഫുൾ ലോസ് ആയിരിക്കാം. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി, സ്കാൽപ്പിംഗ് ആണ്. അപ്രോക്സിമേറ്റ് മോർണിംഗിൽ തന്നെ നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതാണ്. മോർണിംഗിൽ ഒരു 11 o'clock മുമ്പ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നമുക്ക് ഈ സ്ട്രാറ്റജിയിൽ സുഖമായിട്ട് ഒരു 3 to 5 റിട്ടേൺസ് നമുക്ക് എടുത്ത് മാറാവുന്നതാണ്. അപ്പം ഇന്ന് രാവിലെ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഇന്നും ഞാൻ രണ്ടും കാണിച്ചു തരാം. അപ്പം ഇന്ന് നിങ്ങൾ രാവിലെ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം രാവിലെ ഒരു ബൈ ട്രെൻഡ് ഉണ്ടായിരുന്നു. അവിടെ സൈഡ് വേസ് ആയിരുന്നു, നമുക്ക് ആക്ച്വലി എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞൊരു സെല്ല് കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങിയ ഒരു ചെറിയ പോയിന്റ് നമുക്ക് നേടിത്തന്നു. പിന്നെ എഗെയിൻ ഒരു റിവേഴ്സ് ട്രെൻഡ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്ന സെല്ല് നല്ലൊരു പ്രോഫിറ്റിലേക്കാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം നമുക്കിതിനകത്ത് ചെക്ക് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ റെഡ് കളറാണ് ഇതിനകത്ത് സെൽ സിഗ്നൽ. ഇപ്പോഴത്തെ റേറ്റ് ഇവിടെ കോർണറിൽ കാണാം. ഇവിടെ നിന്നാണ് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആയത്. അപ്പം ഇതിനകത്ത് കാണുന്ന റെഡ് കളർ സെല്ല് ട്രെൻഡാണ്, ഗ്രീൻ കളർ ബൈ ആണ്, മാർക്കറ്റ് കളർ ചേഞ്ച് കാണുന്ന റിവേഴ്സ് ട്രെൻഡാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സെല്ലാണ് വന്നിരുന്നതെങ്കിൽ ക്യാൻഡിൽ കളർ നോക്കുക, താഴത്തെ കൺഫർമേഷൻ ബാർ കളർ നോക്കുക, പ്രൈസിങ് സെൽ സോൺ നോക്കുക. ഇത് മൂന്നും ഓക്കെ ആയിട്ടുണ്ട്. സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ, അതായത് ഈ ബ്ലൂ കളർ സ്റ്റാർ അതാണ് സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ അവിടെ ഒരു സെൽ ട്രെൻഡ് ഉള്ളതാണ്. അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നമുക്കൊരു സെൽ ട്രേഡ് എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ നമുക്ക് ആക്ച്വലി സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് അവിടെ ട്രെൻഡ് വന്നിട്ടുണ്ട്. 17,030 താഴോട്ടിറങ്ങി നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പം സൈഡ് വേസ് വന്നത് ഇവിടെയാണ്. അതുവരെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് വെക്കാം കളർ ചേഞ്ച്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രെൻഡിലേക്ക് ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പം ഫസ്റ്റ് മോർണിംഗിൽ തന്നെ ഒരു ചെറിയ പ്രോഫിറ്റ് നമുക്ക് ആക്ച്വലി കിട്ടിയേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആക്ച്വലി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 17,030 ആണ് ആക്ച്വലി ആ സമയത്ത് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 17,200 പുട്ട് എടുക്കാം. അവിടെ നിന്ന് എടുത്തിട്ട് രാവിലെ തന്നെ നമുക്ക് ചെറിയ പ്രോഫിറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 10 പോയിന്റോളം നമുക്ക് രാവിലെ ചെറുതായിട്ടൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 10-15 പോയിന്റ് നമുക്ക് അവിടെ നിന്ന് എടുക്കാമായിരുന്നു നല്ല രീതിയിൽ. അത് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ അത് അവിടെ നിന്ന് എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പം നെക്സ്റ്റ് ഒരു ബൈ വന്ന് ഈ ബൈ കൺഫേംഡ് അല്ല.
നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ പറയുന്ന ഒരു കൺഫർമേഷനും ഓക്കെ ആയിട്ടില്ല. നെക്സ്റ്റ് വന്ന സെല്ല് പ്രോപ്പർ കൺഫേംഡ് ആയിരുന്നു. അവിടെ നിന്നൊരു പ്രോപ്പർ ബ്രേക്കൗട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ സെല്ല് കുറച്ചൊന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാറായപ്പോഴാണ് സിഗ്നൽ അവിടെ വന്ന് കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് ആ പൊസിഷനിൽ തന്നെ എടുക്കാമെന്ന് 17,014 നമ്മൾ ആക്ച്വലി എടുത്തിട്ട് അപ്രോക്സിമേറ്റ് താഴെ നല്ല രീതിയിൽ 16,979 വരെ പോയിട്ട് നല്ലൊരു പ്രോഫിറ്റ് മോർണിംഗിൽ തന്നെ കിട്ടുന്നു. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് കയറി പിന്നെ എഗെയിൻ ബ്രേക്കൗട്ടായി നോക്കുകയാണെങ്കിൽ 16,989 നമ്മൾ ബ്രേക്കൗട്ട് ആയിട്ട് അവിടെ നിന്ന് പിന്നെയും താഴെ വരെ നമുക്ക് മാർക്കറ്റ് 966 വരെ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ബൈ ട്രെൻഡ് ആയിരുന്നു, ഒരു ചെറിയ നല്ലൊരു ബൈ ട്രെൻഡ് ഇവിടെ നിന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് 16,997 നിന്ന് നമുക്ക് നേരൊരു ബ്രേക്കൗട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പോയിന്റ് നമുക്ക് ആക്ച്വലി ഈ ഒരു ട്രേഡിൽ നിന്ന് നമുക്ക് എടുത്തെടുത്ത് മാറാൻ പറ്റും. ഒരുപാട് ടാർഗറ്റിലേക്ക് ട്രൈ ചെയ്യേണ്ട, നമ്മൾ ചെറിയൊരു പോയിന്റ് മാക്സിമം 20-25 പോയിന്റ്സ് ആ ഒരു റേഞ്ച് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി 25 പോട്ടെ, നമുക്കൊരു 15 പോയിന്റ്സ് നമുക്ക് മതിയാവും. ലോട്ട് കൂട്ടി നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ട, നല്ല സുഖമായിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുത്ത് രാവിലെ തന്നെ മാറാം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രാവിലത്തെ ഈ ബ്രേക്കൗട്ടിന് ശേഷം 17,200 നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. രാവിലെ അപ്രോക്സിമേറ്റ് ഈ ഒരു റേഞ്ചിൽ 197 ഒരു ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. ആ ബ്രേക്കൗട്ട് നേരെ പോയിരിക്കുന്നത് 229 രാവിലെ തന്നെ പ്രോഫിറ്റ് കിട്ടിയേ. അപ്പോൾ നല്ല രീതിയിൽ രാവിലെ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അത് ലോട്ട് കൂട്ടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ലോട്ട്സ് 5 ലോട്ട്സ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ടൊരു പ്രോഫിറ്റബിളാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ രണ്ടാമത് ബ്രേക്കൗട്ട് 222 നിന്ന് നേരെ നമുക്ക് പോയിരിക്കുന്നത് 240 വരെയാണ്. നല്ലൊരു ബ്രേക്കൗട്ട് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്കൗട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്രോക്സിമേറ്റ് 186 നിന്ന് ബ്രേക്കൗട്ട് മാർക്കറ്റ് മേളിലേക്ക് പോയിട്ട് 199 വരെ പോയിട്ട് ചെറിയൊരു പ്രോഫിറ്റ് രാവിലെ കിട്ടിയിട്ടുള്ളൂ. വലിയ രീതിയിലൊരു ബ്രേക്കൗട്ട് ഉണ്ടായില്ല. 201 വരെ ലാസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്കൗട്ട് രാവിലെ മോർണിംഗിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറിയ പ്രോഫിറ്റ് നമ്മൾ റിവേഴ്സ് പോകുന്ന സമയത്ത് സോഫ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യും. ട്രെൻഡ് ലൈൻ വൈസുള്ള മൊമെൻറ്റും അതേപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആ മൊമെൻറ്റും കാണിക്കും. സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലൂ കളർ സ്റ്റാറാണ് റെസിസ്റ്റൻസ് ഇത്. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് നേരെ ഒരു ഹൈക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഒരു ഹൈക്കിലേക്ക് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് റിവേഴ്സ് പോകുമ്പോൾ ചെറിയ പോർഷനിലാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. അല്ലാതെ സൈഡ് വേസ് വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. ഈ സൈഡ് വേസ് വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് പ്രോപ്പർ ബ്രേക്കൗട്ട് ഇപ്പോൾ 5 മിനിറ്റ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് പ്രോപ്പർ ബ്രേക്കൗട്ട്. ഈ റെസിസ്റ്റൻസ് ഇവിടെ ഒരു ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തില്ല എന്നൊരു ഇവിടുന്ന് ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആക്ച്വലി ആ സമയത്താണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടുന്ന് സിഗ്നൽ തന്നിരിക്കുന്നത്. ഇവിടുന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പോയിന്റ് ഒരുപാട് നമ്മൾ നേരത്തേക്ക് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാതെ എടുത്ത് മാറ്റും. ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ട്രെൻഡി മാർക്കറ്റ് ആണെങ്കിലും സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിലും നമ്മൾ ഏത് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാവുന്ന സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ലാസ്റ്റത്തെ ഒരു ട്രേഡിന് നല്ലൊരു ട്രെൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വോളറ്റൈലാണ് ഈ മാർക്കറ്റ്. ലാസ്റ്റത്തെ ഒരു ട്രെൻഡ് ചെറിയൊരു പോയിന്റ് ഇപ്പോൾ ബൈസിക്കിൾ നോക്കുകയാണെങ്കിൽ ബൈ വന്നതിന് ശേഷം പ്രോപ്പർ ബ്രേക്കൗട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് 16,959 നേരെ കയറിയിട്ടുണ്ട്. ആ റേഞ്ചിൽ അത്രയും തന്നെ തിരിച്ചിറങ്ങി മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് വെക്കാതെ ചെറിയൊരു പ്രോഫിറ്റിൽ. അതിന് മുമ്പ് വന്ന 2 സെല്ലുകൾ നല്ല രീതിയിൽ ബ്രേക്കൗട്ട് പോയിട്ട് ഇപ്പോൾ ഇവിടുന്ന് സെല്ല് കണ്ടിന്യൂഷനാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഒരു ബ്രേക്കൗട്ട് ഇവിടം വരെ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുന്നാണ്. അവിടെ നേരെ ഒരു ഹൈക്ക് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 3 ബ്രേക്കൗട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവലിൽ നിന്ന് നമുക്ക് എടുത്ത് നമുക്ക് പ്രോഫിറ്റബിളിലേക്ക് മാറാം. ഇതിനകത്ത് ആ ടൈം ലിമിറ്റ് വെച്ചിട്ട് ചെയ്യാം. മോർണിംഗിൽ ഒരു 11 o'clock മുമ്പും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഒരു അപ്രോക്സിമേറ്റ് ഒരു മണിക്കൂർ മുമ്പും ആ ഒരു റേഞ്ചിൽ മാത്രം നമ്മൾ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം മോർണിംഗിൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് മാറുന്നതിന് ഒരു പ്രയാസമില്ല. ഇതിന് മുമ്പത്തെ മാർക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇന്നലത്തെ ഈ റേഞ്ച് മാർക്കറ്റിൽ ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിലെ മൊമെൻറ്റ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ക്ലോസിങ്ങിൽ അപ്രോക്സിമേറ്റ് ഇവിടുന്ന് സെൽ സിഗ്നൽ ലാസ്റ്റ് വന്നതിന് ശേഷം പ്രോപ്പർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു ഹ്യൂജ് ഡൗൺ ഉണ്ടായി. അതിന് മുമ്പ് വന്ന ബൈ നോക്കിയിട്ട് റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്ത് നേരെ ഒരു ഹൈക്ക് കയറിയിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു സെല്ല് വന്നു. സെല്ലും നല്ല രീതിയിൽ സപ്പോർട്ട് ആക്ച്വലി ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അതിന് മുമ്പ് വന്ന ബൈ. ഇതിന് രാവിലെ വന്ന മൊമെൻറ്റ് കാണിച്ചു തരാം. രാവിലെ അപ്രോക്സിമേറ്റ് ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം പ്രോപ്പർ ബ്രേക്കൗട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. അവിടെ നേരെ ഒരു ഹൈക്ക് നല്ല രീതിക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും 17,012. അപ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ ഒരു 16,800 കോൾ നല്ല രീതിയിൽ മോർണിംഗിൽ തന്നെ എടുക്കാം.
അപ്പോൾ അത് കഴിഞ്ഞ് വന്ന സെല്ല് ചെറിയൊരു ഡൗണിലേക്ക് ഇറങ്ങി, പിന്നെ ഒരു നല്ലൊരു കയറ്റം തന്നെയായിരുന്നു മാർക്കറ്റിൽ. നല്ലൊരു ബ്രേക്കൗട്ട്, നല്ലൊരു ട്രേഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് രീതി നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു ബൈ സെല്ല് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു റേഞ്ചിലായിരുന്നു, പക്ഷേ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് പറ്റി. ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു ടെക്നിക്സ് വഴി നമുക്ക് പ്രോഫിറ്റ് നേടാൻ കഴിയും. പ്രോപ്പറായിട്ട് സിഗ്നൽസ് പറയുന്ന രീതിയിൽ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ പറയുന്ന രീതിയിൽ ക്യാൻഡിൽ കളറ്, താഴത്തെ കൺഫർമേഷൻ ബാറ്, പ്രൈസ് ഇൻ ബൈ സോൺ, ഇത് മൂന്നും ഓക്കെ ആയതിനു ശേഷം ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ആക്ച്വലി സിഗ്നൽ വന്നു, ക്യാൻഡിൽ കളർ ആ സമയത്ത് ബ്ലൂ ആണ്, ഇവിടെ എടുക്കരുത്. നമുക്ക് വോളിയം ബാർ താഴെ നോക്കണം. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞ സമയത്ത് ഈ ഒരു ലെവലിലാണ് നമുക്ക് ആക്ച്വലി വന്നിരിക്കുന്നത്. അവിടെ സൈഡ് വേസ് ഉള്ളതുകൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് ബ്രേക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നല്ലൊരു ബ്രേക്കൗട്ട് നമുക്ക് കിട്ടിയത് ഈ ഒരു ലെവലിൽ നിന്നാണ്. ആ ഒരു ലെവലിൽ നേരെ നമ്മൾ കയറിയിട്ടുണ്ട് മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബ്രേക്കൗട്ട് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു ബ്രേക്കൗട്ട് ലെവൽ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, അത് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. അവിടെ നിന്നൊരു ഹൈക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡ് മാത്രം മതി നമുക്കൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ. അല്ലെങ്കിൽ ക്ലോസിങ്ങിൽ നോക്കിയാട്ടെ, ക്ലോസിങ്ങിൽ നല്ലൊരു ഹ്യൂജ് ഡൗൺ തന്നെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ബ്രേക്കൗട്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്സ് നിങ്ങൾ ഏതിലും അപ്ലൈ ചെയ്യും. ഇതിൻ്റെ ഒരു ലൈവ് ഡെമോ നിങ്ങൾക്ക് കിട്ടും. അതിനെ കോൾ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്.